എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അതും ചിലവിൽ നിന്നും എങ്ങനെ നമുക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളെ നിത്യജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ് റീചാർജ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ വീട്ടിലെ ഒരു 4 വയസ്സായ കുട്ടി മുതൽ 100 വയസ്സുള്ള ആളുകൾ വരെ ഇന്ന് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാം? നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരാശയമാണ്, അല്ലേ? നമ്മൾ പലതരം ഓൺലൈൻ വർക്ക് കണ്ടിട്ടുണ്ടാകും. അതിൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് ആയിരിക്കും, ഒരുപാട് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ വെറുതെ നമ്മളത് വാങ്ങി ക്യാഷ് കളയേണ്ടി വരും. എന്നാൽ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാനില്ല, ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സേവനം എന്ന് പറയുന്നത് റീചാർജ് ആണ്. അത് ഇന്നത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലേ? നമ്മൾ അരി വാങ്ങിയില്ലെങ്കിലും റീചാർജ് ചെയ്യും എന്നൊരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ എല്ലാ ജനങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പ്ലാൻ വേണമെങ്കിലും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മളൊരു 3 മാസം റീചാർജ് ചെയ്യുന്ന എമൗണ്ട്, ഇന്ന് നമുക്കറിയാം ഒരു 1.5 GB ഡാറ്റ ഏറ്റവും കുറഞ്ഞത് നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ 299 രൂപ, 300 രൂപയുടെ പ്ലാനാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ ഏതൊരു കമ്പനി ആണെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ കൂടിയിട്ട് ഒരു 300-301 രൂപയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അതേപോലെ നമ്മുടെ ഒരു 3 മാസത്തെ റീചാർജിൻ്റെ എമൗണ്ട് 1000 രൂപ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് 3 മാസത്തെ റീചാർജ് നമുക്ക് കിട്ടും. പ്ലസ് അത് കൂടാതെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ അവരുടെ ജോയിനിങ് ഫീ ആയിട്ടുള്ള നമുക്കൊരു ഇൻകം നമുക്ക് കിട്ടും. ഇതിങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയേണ്ട കാര്യം എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഇവിടെ നമുക്ക് കാണാം IV പവർ പൾസ് എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്ന നെക്സ്റ്റ് ഒരു ചോദ്യമായിരിക്കും, നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പല ആളുകളുടെയും ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ കർണാടക രജിസ്ട്രേഷൻ നമുക്ക് സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 100% നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് IV പവർ പൾസ് എന്നുള്ളത്. പക്ഷേ കൂടുതൽ ആളുകളും ഈ ഒരു സാധ്യത അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെയും ആദ്യഘട്ടത്തിൽ ജോയിൻ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും നേടിയെടുക്കാനും ഉണ്ട്. എബൌട്ട് അസ് എന്തൊക്കെയാണ് ഈ ഒരു പവർ പൾസിൽ നമുക്കുള്ളത്? അപ്പോൾ ഇതൊരു ടെക്നോളജി പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ചിലവിൽ നിന്നും നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചിലവാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചിലവാണ് റീചാർജ്. അപ്പോൾ നമ്മളത് ചെയ്യുന്നതിലൂടെ, മറ്റുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്കും ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ ജോയിനിങ് ഫീ എന്ന് പറയാൻ നമുക്കിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ കൊടുക്കുന്ന ആ ക്യാഷ് അത്രയും നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഫസ്റ്റ് നമ്മൾ 1000 രൂപ പേയ്മെൻറ്റ് ചെയ്യുന്നു. പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ വാലറ്റിലേക്ക് 300 രൂപ ആക്ടിവേഷന് വേണ്ടിയിട്ട് വരും. നമുക്ക് ആ 300 രൂപയിലുള്ള റീചാർജ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം 28 ദിവസമായിരിക്കും അടുത്ത റീചാർജിൻ്റെ കാലാവധി, അല്ലെ? 28 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് റീചാർജ് ചെയ്യേണ്ടതുള്ളൂ. അതിനിടയിൽ നമ്മളൊരു 2 ആളുകൾക്ക് ഈ ഒരു അവസരം പരിചയപ്പെടുത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാൽ, അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ മറ്റുള്ളവരോട് പറയും. അതേപോലെ തന്നെ ഇത്രയും നല്ലൊരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്കും ഉപകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അതിലേറ്റവും ആക്റ്റീവായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള 2 വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ ലെഫ്റ്റും റൈറ്റും അവരെ നമ്മൾ ജോയിൻ ചെയ്യിക്കാം. ഓക്കെ, ഇനി കൂടുതൽ ആളുകൾ വന്നാൽ നമ്മൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീചാർജ് ആക്ടിവേഷനായിട്ട് വരും. ഇനി നമ്മൾ ഇൻ കേസ് ഇതിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇന്നലെയാണ് റീചാർജ് ചെയ്തത് അല്ലെങ്കിൽ ഇന്നാണ്, അപ്പോൾ ഇതിൽ ജോയിൻ ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് സ്വീകരിക്കേണ്ടതുണ്ടോ, നമുക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാകും. നമുക്ക് ഈ ഒരു 3 മാസത്തിനുള്ളിൽ യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇന്നലെ റീചാർജ് ചെയ്തിട്ടുണ്ട്, ഇന്നാണ് ഇതിലേക്ക് ആക്റ്റീവായിട്ട് വരുന്നത്. എൻ്റെ വാലറ്റിൽ ആ 300 എനിക്ക് 3 മാസത്തിനുള്ളിൽ എപ്പം വേണമെങ്കിലും യൂസ് ചെയ്താൽ മതി, അത് അവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ 1000 രൂപ കൊടുത്ത് ജോയിൻ ആകുന്ന ടൈമിൽ തന്നെ നമ്മുടെ വാലറ്റിൽ ആ 300 കാണിക്കും, നമുക്കത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 ആളുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഐഡിയ
എയർടെൽ, BSNL, വോഡാഫോൺ, ജിയോ ഏത് കമ്പനിയുടെ ആണെങ്കിലും റീചാർജ് കൂപ്പൺ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഇന്ന സിമ്മാണ് അത് പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിലുള്ള ആൻസർ ആണിത്. നമുക്ക് ഏത് കമ്പനിയാണോ നമ്മൾ റീചാർജ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ 350ൻ്റെ പ്ലാനാണ് എടുക്കുന്നത്. ഇപ്പോൾ 300ൽ കൂടുതലുള്ളതാണെങ്കിൽ ആ ഒരു 50 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ആരുടെ ലിങ്കിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്പോൺസർ ഉണ്ടാവുമല്ലോ, അവരുടെ വാലറ്റിൽ നിന്നും നമുക്ക് ക്യാഷ് കടം വാങ്ങാനും അത് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അതിനുള്ള സെറ്റപ്പൊക്കെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ജോയിനിങ്. ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 300 രൂപ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരാളെ ഫസ്റ്റ് ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന സമയത്ത് അടുത്ത 300 കിട്ടുന്നുണ്ട്. സെക്കൻഡ് ആൾ വരുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് 300 കൂടിയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് തമിഴിലും കന്നഡയിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാത്രി 9:15 അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഡയറക്റ്റ് കാണുന്നവരാണെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പർ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിംഗ് ലിങ്ക് കിട്ടും. സൂമിലാണ് മീറ്റിംഗ് ഉണ്ടാവുന്നത്. അത് മുഴുവൻ നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ സിൽവർ റാങ്കും ഗോൾഡ് റാങ്കും ഡയമണ്ട് റാങ്കും പ്ലാറ്റിനം ഒക്കെ അച്ചീവ് ചെയ്ത ആളുകളുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ഇത്രയും ജെനുവിൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഈ PDF വെച്ചിട്ട് അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. ഇനി നാളുകളിൽ ഇത് ഉണ്ടാകുമോ, ഇത് പൂട്ടിപ്പോകുമോ എന്നൊരു സംശയം നമുക്ക് വേണ്ട. കാരണം നമ്മൾ മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മുടെ ഇന്നത്തെ ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ ഈ റീചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും നിന്ന് പോകുന്ന ഒരു സംഭവമല്ല. ഇതൊന്ന് യൂസ് ചെയ്യാത്തത് ആരും തന്നെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു എൻഡിങ് ഉണ്ടാവില്ല. ഡേ ബൈ ഡേ ഇതിൻ്റെ പ്രവർത്തനം കൂടി വരികയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 100% വിശ്വാസത്തോടു കൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിവിടെ ഞാൻ പറഞ്ഞു നമുക്ക് സിൽവർ ഉണ്ട്. നമ്മൾ ഏതൊരാളും ജോയിൻ ആവുന്നത് ഈ ഒരു സിൽവർ ലെവലിലേക്കാണ്. പിന്നെ നമ്മൾ ടീം കുറച്ചുകൂടി വളരുന്ന സമയത്ത് നമ്മൾ അവിടെ ഗോൾഡായി മാറും. കുറച്ചും കൂടി വളരുമ്പോൾ ഡയമണ്ട് ആകും. കുറച്ചും കൂടി വളരുമ്പം നമ്മൾ പ്ലാറ്റിനം ആകും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇൻകം വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് അമേരിക്കൻ ബൈനറി സിസ്റ്റം പ്രകാരം നമ്മൾ 2 പേരെ ജോയിൻ ആക്കിപ്പിച്ചു. അതിൽ ഏതെങ്കിലും ഒരാൾ ഒരു വ്യക്തിയെ കൂടി ജോയിൻ ആക്കിപ്പിച്ചിട്ട് 2:1 എന്ന റേഷ്യോയിലാകുമ്പോഴാണ് നമുക്ക് ജോയിനിങ് ഫീ ആയിട്ട് അത് പെയർ മാച്ച് ആകുമ്പോഴാണ് 200 രൂപ കിട്ടുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ജോയിൻ ചെയ്താൽ 300 രൂപ യൂസ് ചെയ്യാം. ഈ അവസരം നമ്മൾ 2 പേരെ പരിചയപ്പെടുത്തണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഓരോരാളെ കൊണ്ടുവന്നു. അതിൽ താഴെ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പെയർ മാച്ചിങ് സംഭവിച്ചു. 2:1 ആയി. അപ്പോൾ നമുക്കവിടെ 200 രൂപ വാലറ്റിലേക്ക് വരുന്നതാണ്. അപ്പം മിനിമം 500 രൂപയാകുന്ന സമയത്താണ് നമുക്ക് വിഡ്രോവൽ ഉള്ളത്. നമ്മൾ വിഡ്രോവൽ എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 6 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെയാണ്. നമുക്ക് ഡെയിലി വിഡ്രോവലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനി ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി വിഡ്രോവൽ കാര്യങ്ങളൊക്കെ വരും. നിലവിൽ നമ്മൾ തിങ്കളാഴ്ചയാണ് വിഡ്രോ ചെയ്യുന്നത്. ഇനി പിന്നെ അതിൻ്റെ താഴോട്ടേക്ക് ഇതുപോലെ നമ്മൾ ടീം ഇറങ്ങി വന്നു, നമ്മളിത് കൂടുതൽ ആളുകളോട് പറഞ്ഞു, അല്ലെങ്കിൽ ഈ വന്ന ആളുകൾ വഴി നമ്മൾ താഴോട്ടേക്ക് വരുന്തോറും നമുക്ക് ഇതേപോലെ ഓരോ മാച്ചിനും 200 രൂപ വെച്ചിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ ടീമിൽ 20 പേര് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും 20 പേര് നമ്മളെ റൈറ്റ് സൈഡിലും വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 20 പേരെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മൾ 2 ആളുകളെ മാത്രമേ ഇതിലേക്ക് റെഫർ ചെയ്യേണ്ടതുള്ളൂ. അവരും ഇതേപോലെ 2 ആളുകളെ റെഫർ ചെയ്തു, അവരും 2 പേരെ റെഫർ ചെയ്തു. അങ്ങനെ നമ്മുടെ ഒരേ മാച്ചിങ് ആയിട്ട് പോയിട്ട് നമ്മുടെ ടീമിൽ 20:21 അല്ലെങ്കിൽ 21:20 എന്ന റേഷ്യോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഗോൾഡിലേക്ക് മാറുകയായി. അവിടെ നമുക്ക് ഓരോ മാച്ചിങ്ങിനും 400 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് വീണ്ടും നമ്മൾ കൊണ്ടുവന്ന ആളുകളൊക്കെ ഗോൾഡ് ആകുന്ന സമയത്ത് നമ്മൾ അവിടെ ഡയമണ്ട് ആയിട്ട് മാറി. അപ്പോൾ അവിടെ ഡെയിലി ഓരോ മാച്ചിങ്ങിനും 800 രൂപ വെച്ചിട്ട് കിട്ടാൻ തുടങ്ങി. ഇനി നമ്മൾ കൊണ്ടുവന്ന ആളുകളൊക്കെ ഡയമണ്ട് ആകുന്ന സമയത്ത് നമ്മൾ നേരെ പ്ലാറ്റിനത്തിലേക്ക് പോകും. അവിടെ ഡെയിലി ഓരോ മാച്ചിനും 1600 രൂപ വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്ക്, നമുക്ക് സിൽവറിൻ്റെ 200 കിട്ടും, നമുക്ക് ഗോൾഡിൻ്റെ 400 കിട്ടും, ഡയമണ്ടിൻ്റെ 800 കിട്ടും, പ്ലാറ്റിനത്തിൻ്റെ 1600 കിട്ടും. ടോട്ടൽ ഡെയിലി 30,000 രൂപ വരെ ഏൺ ചെയ്യാൻ
ഇന്ന് ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ കിട്ടുമെന്നല്ല, നമ്മളെ ടീം വളരുന്നതിനനുസരിച്ചിട്ട് നമുക്കത് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നിസ്സാരം നമ്മളെപ്പോഴും ചെയ്യുന്ന റീചാർജിൻ്റെ എമൗണ്ട് നമ്മളൊന്ന് മുൻകൂട്ടി കൊടുത്തു, 3 മാസത്തെ എമൗണ്ട്. ഈ ഒരു അവസരം നല്ല 2 ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. നാളുകളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വരുമാനം കിട്ടുന്ന ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളിൽ ഇത് ഡയമണ്ടും പ്ലാറ്റിനും ഒക്കെ ആയി മാറിയിട്ടുണ്ടാകും. അപ്പോൾ 900 രൂപയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 100 രൂപയിൽ 96 രൂപയും നമ്മുടെ റോയൽറ്റിയിലേക്കാണ് കമ്പനി മാറ്റിവെക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു റോയൽറ്റി? ചില ആളുകൾക്ക് അറിയാം, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ കമ്പനി ഓരോ ജോയിനേഴ്സിൽ നിന്നും ഈ ഒരു 90 രൂപ വെച്ചിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഡേ ബൈ ഡേ ഇതിൽ ജോയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് അതിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. എത്ര പേരാണോ ഗോൾഡ് ആയിരിക്കുന്നത്, അപ്പോൾ ഈ ഒരു എമൗണ്ട് ഡിവൈഡഡ് ബൈ എത്ര പേര് ഗോൾഡായി അതിനെ കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ സംഖ്യ കിട്ടുന്നത് അത് അവർക്ക് റോയൽറ്റി എമൗണ്ട് ആണ്. അപ്പോൾ നമ്മുടെ പൈസ അവിടെ നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഇനി അതിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് നമ്മുടെ ഡയമണ്ടിലെ ആളുകൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എത്ര പേരാണോ ഡയമണ്ട് അച്ചീവ് ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് ഡിവൈഡഡ് ബൈ ഡയമണ്ട് അച്ചീവ് ചെയ്ത ആളുകൾ, അതും ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. ഇനി പ്ലാറ്റിനത്തിലേക്കൊക്കെ പോകുന്ന ആളുകളുടെ എണ്ണം കുറച്ച് കുറവായിരിക്കും. നാളുകളിൽ അത് ഒരുപാട് കൂടുതലായിരിക്കും. ഇന്ന് കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഒരു റോയൽറ്റി എമൗണ്ടിൽ നിന്നും ഡിവൈഡഡ് ബൈ 1, 2, 3 മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റോയൽറ്റി എമൗണ്ട് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, ഈ 30,000 ഒന്നും കൂടാതെ തന്നെ. അപ്പോൾ ഇത്രയും നല്ലൊരു ഇൻകം പ്ലാൻ സെറ്റപ്പാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സൈറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ www.powerpulse.live എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റും. അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, ഇതേപോലെ നമുക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സെറ്റപ്പ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം കൂടി പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്നും എന്തൊക്കെയാണ് ഡാഷ്ബോർഡ്, എങ്ങനെയാണ് വിഡ്രോവലും, നമ്മൾ റീചാർജ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഓരോരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് തരും. അപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിലവിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം, ഇത്രയും നാൾ നമ്മൾ കാണാതെ പോയ ഒരു ആശയം. അപ്പോൾ നമ്മുടെ റീചാർജിൻ്റെ എമൗണ്ട് മാത്രം വെച്ചിട്ട് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 2 കട്ട് ഓഫ് ആയിട്ടാണ് പേയ്മെൻറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെയാണ് ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം രാത്രി വരെയാണ് നെക്സ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം 10 ജോയിനിങ് മാത്രമേ പറ്റുകയുള്ളൂ. അത് രാവിലെ 5 രാത്രി 5 എന്നുള്ള രീതിയിലാണ്. പിന്നെ നമുക്ക് മിനിമം വിഡ്രോവൽ ഇവിടെ 300 കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് 500 തോന്നുന്നുണ്ട്. നമുക്ക് വിഡ്രോവൽ എന്ന് പറയുന്നത് മൺഡേ 6 മണി മുതൽ 11:59 AM ഉച്ചക്ക് 12 മണി വരെയാണ്. അതിൽ ചെറിയൊരു ശതമാനം നമുക്ക് ടാക്സ് ഡിഡക്ഷനായിട്ട് കുറയും. കാരണം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സും ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ ടാക്സിൻ്റെ എമൗണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പവർ പൾസിൻ്റെ കാര്യം പറയാനുള്ളത്. ജോയിനിങ് ആയ ഉടനെ തന്നെ നമുക്ക് ആ 300 യൂസ് ചെയ്യാം. നമ്മൾ 2 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റുള്ള പൈസയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 96 രൂപയും നമ്മുടെ റോയൽറ്റിയിലേക്കാണ് പോകുന്നത്. ചുരുക്കം 4 രൂപ മാത്രമേ കമ്പനിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏവർക്കും യൂസ്ഫുൾ ആകുന്ന ഈ ഒരു അമേസിങ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആകണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് അവരിൽ നിന്നും റെഫറൽ ലിങ്ക് വാങ്ങുക, രജിസ്റ്റർ ചെയ്യുക, സൈനിങ് ചെയ്യുക, പ്ലാറ്റ്ഫോമൊക്കെ കണ്ടു നോക്കുക. അതിനുശേഷം 1000 രൂപ അവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്കും ഈ ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനും ചിലവിൽ നിന്നും അതൊരു വരുമാനമാക്കി മാറ്റാനും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് നമ്പറിലേക്കാണോ റീചാർജ് ചെയ്യുന്നത് ആ ഒരു നമ്പർ വേണം നമ്മൾ കൊടുക്കാൻ. ചില ആളുകളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, നമ്മുടെ അമ്മയുടേതോ ഹസ്ബൻഡിൻ്റെതോ കസിൻ്റെതോ ആ ഒരു നമ്പർ കൊടുക്കാം. നമ്മൾ ആ കൊടുക്കുന്ന നമ്പറിലേക്കാണ് നമുക്ക് ഈ റീചാർജ് ഓഫർ കിട്ടുന്നത്. നമ്മളെ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ വേണം രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പേരും ഇമെയിൽ ഐഡിയും ഡിസ്ട്രിക്റ്റും മൊബൈൽ നമ്പറും മാത്രമാണ്. പിന്നെ ഈ ഒരു 1000 രൂപയും. ഇതിൽ 996 രൂപയും നമുക്ക് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ കൂടുതൽ വരുമാനവും കിട്ടുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളെ ടീം മെമ്പേഴ്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഈ ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റിയിലൂടെ നാളെ നമ്മുടെ ലൈഫും മാറ്റിമറിക്കാൻ നമുക്ക് പറ്റട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ എക്സ്പ്ലനേഷൻ, എങ്ങനെ റീചാർജ് ചെയ്യണം, എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.